അതാ ഇവിടൊന്നും കാണാൻ ചേട്ടപ്പട അപ്പൊ നോക്കി നിന്നുണ്ടാവില്ല നോക്കി നിൽക്കണ ഇപ്പൊ ഹലോ ഹലോ അത് മുസ്തഫയാണോ ചെറൂർ? അതെ 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 ഞാൻ ഡോക്ടർ ശംസുദ്ദീനാണ്. സാർ എൻ്റെ വീട്ടിലൊരു പാമ്പുണ്ട്. ഞാനിപ്പോൾ വണ്ടിയിൽ കയറാൻ നോക്കുമ്പോൾ വണ്ടിയിലുള്ള കണ്ടത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡോർ അടിച്ചിട്ടൊക്കെ ഇരിക്കണം. ഹോസ്പിറ്റലിൽ പോകേണ്ട കേസാണ്. ഞാൻ വേറെ സ്ഥലത്ത് ഒരു പാമ്പിന് പിടിക്കുന്ന തിരക്കിലാണ്. അതായത് പെട്ടെന്ന് വരാം കേട്ടാ. ശരി, ഒരു ചേരികൂടത്തിൽ പാമ്പുണ്ട് എന്നോട് വന്നാണ് നോക്കട്ടെ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ശരി 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 ശരി. സാറേ എവിടുന്ന പാമ്പിനെ കണ്ടത്? ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോണ വൈകി പോയി ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കണ്ടു. ഇവിടുന്ന് കണ്ടത് ഞാൻ. അപ്പൊ ഞാൻ ഡോർ അടിച്ചിട്ടുണ്ട്. ഇവിടെ പോകാൻ സാധ്യത കുറവാ. നമ്മൾ നോക്കാം. ഹോസ്പിറ്റലിൽ പോകാൻ സമയം വൈകി. സാർ അസ്സലാമു അലൈക്കും. വലൈക്കും റഹ്മത്തുള്ളാ. അന്നലെ എൻ്റെ ഭാര്യ അവിടെ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ നിങ്ങളാണ് ചികിത്സയിൽ നിന്നല്ലേ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതാണ്. അതെ. എന്താണ് ഭാര്യയുടെ പേര്? ഭാര്യൻ്റെ പേര് അജുമ ഫാത്തിമ. അജുമ ഫാത്തിമ. ഒരു വീണ കേസ്. അതെന്താ 3 മാസം കിടക്കേണ്ടി വരും. പൂർണ്ണമായി റെസ്റ്റ് വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഞാനത് നോക്കിയപ്പോൾ അത് നിങ്ങൾ നട്ടലിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ഒരു 3 മാസം കിടന്നാൽ പൂർണ്ണമായിട്ട് സുഖമാവും. അവിടെ അതെയോ? ഇവിടെ അടക്കട്ടെ. ആ ഭാഗത്ത് ഓപ്പൺ ആയിരുന്നു ഡോറ്. എന്താ സാർ ഇതിനകത്ത്? അത് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടേ പെട്ടെന്ന് ഡോറും തുറന്നപ്പോ ഈ ഭാഗത്ത് പാമ്പിനെ കണ്ടു. അപ്പോ ഇല്ല ഇപ്പൊ പിടിക്കാനൊന്നുമില്ല. അപ്പൊ മുസ്തഫനെ വിളിച്ചപ്പോ ചെറൂർ മുസ്തഫനെ ഇപ്പൊ വരുന്നുണ്ട്. അതേ നോക്കിയപ്പോ ആ ഭാഗത്ത് കൂടെ പോയിട്ടുണ്ടാവുന്നാണ് കാണിക്കുന്നത്. കാരണം ഇപ്പൊ വണ്ടിയുടെ ഉള്ളിലൊന്നും ഇല്ലാന്നാ പറയുന്നത്. അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞ സമയത്തുള്ള പ്രഷർ പിന്നെ ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പൊ പ്രഷറിന്റെ പ്രഷറൊന്നുമില്ല. പക്ഷെ ഇതിന് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നാളെ ഡിസ്ചാർജ് ചെയ്യാമാണെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ, വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ. പിന്നെ പൂർണ്ണമായ റെസ്റ്റ് വീട്ടിൽ പാടിയെടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറയാം. സാർ എന്താ പറയാ? പക്ഷെ ആ 2-3 മാസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ കിടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 മാസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാനാവും. പക്ഷെ ആഴ്ചയിൽ വന്നിട്ട് പിന്നെ ഇവരെ അറിയിക്കണം. ഓക്കെ. സാർ എന്താ പറഞ്ഞാൽ ചെയ്യാം. കുഴപ്പമില്ല, പേടിക്കാനൊന്നും ചേട്ടോ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമായി. ഇത് വണ്ടി എടുത്തോളൂ. എന്താണ് അത് തുറന്ന് കിടക്കില്ലേ? അപ്പൊ പാമ്പ് എന്തായാലും ഇത് പുറത്ത് പോയിക്കുണ്ടാവും. ശരി, ഓക്കെ. ഇനി പ്രശ്നം ചേട്ടാ സാറേ. അപ്പൊ നമ്മൾ എപ്പോഴും വണ്ടി തുറക്കുമ്പോൾ നമ്മൾ നോക്കണം. പെട്ടെന്ന് നമ്മൾ തുറന്നു കാണാൻ കയറരുത്. കയറുമ്പോ എന്താ പറയുക, അങ്ങനെ അപകടങ്ങൾ വരും. പാമ്പ് നമ്മൾ കാണൂല. കഴിഞ്ഞ മാസമാണ് തോന്നുന്നു, എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. വൈഫിനോട് ഞാൻ പറഞ്ഞു എന്റെ ഷൂ ഒന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഷൂ എടുത്ത് അവള് ഷൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഞാൻ ഷൂവിന്റെ അടുത്ത് എത്തിയിരുന്നു. അപ്പൊ അവള് ഷൂ തൊട്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോ എന്റെ ഷൂവിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താ പറയുക, മൂർഖനും പിന്നെ പെരുമ്പാമ്പൊക്കെ മുട്ട വരുന്ന ടൈമാണ്. ഇപ്പൊ അപ്പൊ അടുത്തൊരു കിണറ്റിന്ന് 18 കുട്ടികളെ കുറിച്ച് ഒരു കിണറ്റ് അപ്പൊ അടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഷൂവിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും എടുക്കുമ്പോ ഒക്കെ തട്ടി കൊട്ടുക. അയ്യോ, അല്ല അങ്ങനെ തട്ടി കൊട്ടാ എടുക്കരുത്. നമ്മൾ പെട്ടെന്ന് കടി കൊള്ളും. അപ്പൊ ഞാൻ ചെയ്യാം. അപ്പൊ പ്രശ്നം ശരി. അല്ല, ഇതിവിടെ മൊബൈലും കളിച്ച് ഉത്തരക്കുക. അന്റെ കാരണവരെ പെണ്ണുങ്ങളെ ആസ്പത്രിയിൽ കൊണ്ടുപോകണം മുണ്ടാൻ പറ്റാതെ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ചേർന്നിട്ടില്ലേ? ഇല്ലേ, ഞാൻ അന്ന് ഉമ്മാനെ പിന്നെ പെരീക്ക് കൊണ്ടേക്കാണ്ട് പിന്നെ കാരണവരിക്കത്തെ വിളിച്ചിട്ടില്ല. അത് ശരി, ഞാൻ ആ സംഗതി അറിഞ്ഞിട്ടില്ല. കാരണവരിക്കൊന്ന് വിളിച്ചോക്കട്ടെ. ആയിക്കോട്ടെ, അല്ലേ ഞാൻ വിളിച്ചോട്ടെ. ഏയ് ഫോണാണ് വിളിച്ചിട്ടും കിട്ടണില്ല. ഇനിയിപ്പോ ഏതായാലും ഞാൻ പോയി നോക്കട്ടെ. ആയിക്കോട്ടെ. ഇതാകെ ചോർന്ന് വലിച്ചിട്ടുണ്ടല്ലോ പഠിച്ച റബ്ബേ. എന്താ ചെയ്യാത്? താത്താക്ക് ഇതല്ല, ഇതിന്റെ അങ്ങേപ്പുറം വരും. ഇവിടെ അങ്ങനെ കൗക്കലുണ്ടെങ്കിൽ ഉത്തർന്നു. താത്താൻ ആസ്പത്രി കൊണ്ടേക്കണം. ഞാൻ ഇപ്പൊ പീടിയേക്ക് ഇറങ്ങിയപ്പോ മറ്റേപ്പം പറയുന്നോട് ഇല്ല, അത് നന്നായിട്ടുണ്ടല്ലോ. താത്താക്ക് അത് തന്നെ കിട്ടണം. ഉമ്മാനെ കുറെ ഇടങ്ങറായിക്കണത്. ഇപ്പൊ ഒന്ന് പോയി നോക്കണ്ടേ? എത്ര കാട്ടാ പോയി നോക്കണ? അത് പോയി നോക്കേ. അതായാലും
എന്തായാലും വരണേ. താത്ത ചെറുപ്പം തൊട്ടേ നമ്മളും തന്നെ ഒരു ഇതായി. ആ അതെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തേ താത്താക്ക് എന്തേ? താത്താക്കളെ വീണ് കാണ്ടേ പിന്നെ ഊരൊക്കെ പൊട്ടിക്കണ്. അപ്പോൾ കൂട്ടുമ്പൂത്തൊക്കെ കടിക്കുന്ന പോകണ്ടേ. അപ്പം ഇനിയിപ്പോൾ കാത്താക്കളെ കാര്യമായി റെസ്റ്റ് പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ പെരേക്ക് കൊണ്ടുപോയിക്കൊണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പം ഞാൻ താത്താക്ക് അത് വേണം. ഇതല്ല അതിന്റെ അപ്പുറം വരണം. ഇമ്മ ഔത്ത് തുപ്പിയിട്ട് താത്താക്ക് വലിയ പരാതിയാണ്. ഇപ്പൊ കട്ടുമ്പോ കിടന്ന് തീട്ടും മൂത്രം ഭാരുന്ന അവസ്ഥയിലിപ്പോ അത് വേണം താത്താക്ക്. പെണ്ണുങ്ങളെ വാക്കും കേട്ട് നടന്നുകാണ്ടേ എനിക്ക് ഇത് തന്നെ വരണം. ഞാൻ സ്വന്തം ഉമ്മാനെ നോക്കാൻ നടന്നാൽ ഇത് തന്നെ വരും എനിക്ക്.